ഡോക്ടർ എ ജയതിലക് ആയിരിക്കും ഇനി പുതിയ ചീഫ് സെക്രട്ടറി എന്ന തീരുമാനം വരുന്നു. സംസ്ഥാനത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറിയായി ഡോക്ടർ എ ജയതിലകിനെ നിയമിക്കും. മന്ത്രിസഭാ യോഗത്തിന്റേതാണ് തീരുമാനം. ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ വിരമിക്കുന്ന ഒഴിവിലേക്കാണ് ഇവിടെ പുതിയ ചീഫ് സെക്രട്ടറിയായി ഡോക്ടർ എ ജയതിലക് വരുന്നത്. 1991 ബാച്ച് IAS ഉദ്യോഗസ്ഥനാണ് ഡോക്ടർ എ ജയതിലക്. നിലവിൽ ധനവകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ്. അദ്ദേഹമായിരിക്കും ഇനി പുതിയ ചീഫ് സെക്രട്ടറി എന്ന അറിയിപ്പ് വരുന്നു. ഡോക്ടർ എ ജയതിലക് സംസ്ഥാനത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറി. ഷഫീദ് റാവുത്തർ ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങൾ നൽകാനുണ്ട്. ഷഫീദ് പറയൂ. ഗോപികൃഷ്ണൻ, സംസ്ഥാനത്തെ 50ാമത്തെ ചീഫ് സെക്രട്ടറിയായി എ ജയതിലകിനെ തീരുമാനിച്ച് മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തിരിക്കുകയാണ്. നിലവിലെ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ഈ മാസം 30-ന് വിരമിക്കാനിരിക്കുകയാണ്. അതിനുശേഷം അടുത്തതായി അവസരം ലഭിക്കേണ്ടത് കേന്ദ്ര ഡെപ്യൂട്ടേഷനുള്ള മനോജ് ജോഷിയാണ്. എന്നാൽ അദ്ദേഹവുമായി സർക്കാർ 3 തവണ ബന്ധപ്പെട്ടെങ്കിലും അദ്ദേഹം വിസമ്മതം അറിയിച്ചതോടുകൂടിയാണ് എ ജയതിലകിന്, നിലവിൽ ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള എ ജയതിലകിന് ചീഫ് സെക്രട്ടറിയായി വഴിയൊരുങ്ങിയത്. 1991 ബാച്ച് IAS ഉദ്യോഗസ്ഥനാണ് ജയതിലക്. മാത്രമല്ല, നമുക്ക് ഈ പേര് കഴിഞ്ഞ കുറച്ച് നാളുകളായി അറിയാവുന്നത് അത് ഈ എൻ പ്രശാന്തുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ IAS തലപ്പത്തെ പോരുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് പിന്നാലെയാണ്. മുൻപ് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ 1991 ബാച്ച് ഉദ്യോഗസ്ഥരാണ് എ ജയതിലക്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS ബിരുദവും IIM-ൽ നിന്ന് PG സർട്ടിഫിക്കറ്റ് കോഴ്സും പൂർത്തിയാക്കി സിവിൽ സർവീസ് കരിയർ ആരംഭിച്ചത് മാനന്തവാടി സബ് കളക്ടറായിട്ടാണ്. കൊല്ലത്തും കോഴിക്കോടും ജില്ലാ കളക്ടറായ ജയതിലക് കേരളം ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടറുമായി കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് പോയപ്പോൾ സ്പൈസസ് ബോർഡിന്റെയും മറൈൻ എക്സ്പോർട്ട് ബോർഡിന്റെയും ചുമതല വഹിച്ചു. നിലവിൽ ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി ജയതിലകിന് നികുതി വകുപ്പിന്റെ ഉൾപ്പെടെയുള്ള സുപ്രധാന വകുപ്പുകളുടെ ചുമതലയുമുണ്ട്. ഇവിടെ നിന്നാണ് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരന്റെ പിൻഗാമിയായി ജയതിലക് എത്തുന്നത്. നിലവിൽ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്തെ IAS പോരിൽ എൻ പ്രശാന്ത് പരസ്യമായി പോർമുഖം തുറന്നത് എ ജയതിലകുമായിട്ടാണ്. എ ജയതിലകിനെതിരെ വ്യക്തിപരമായി പോലും വലിയ വിമർശനം എൻ പ്രശാന്ത് ഉയർത്തിയിട്ടുണ്ട്. ജയതിലക് ഉൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരെ സമൂഹ മാധ്യമത്തിൽ അധിക്ഷേപിച്ചതിനാണ് എൻ പ്രശാന്തിന് സർവീസിൽ നിന്നും മാറി നിൽക്കേണ്ടി വന്നത്. സ്വാഭാവികമായും ജയതിലക് സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായി മാറുമ്പോൾ IAS തലപ്പത്തെ പോരിൽ ആകാംക്ഷയേറും. ഏതായാലും ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ഈ തീരുമാനം ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം ഈ പുതിയ 6 അഡീഷണൽ ചീഫ് സെക്രട്ടറിമാരുടെ കാര്യത്തിലടക്കം ഇന്നത്തെ മന്ത്രിസഭാ യോഗം ചില നിർണായകമായ തീരുമാനം എടുത്തിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഏതായാലും എ ജയതിലക് സംസ്ഥാനത്ത് പ്രവർത്തിച്ച് വലിയ പരിചയമുള്ള ആളെന്നതിനപ്പുറത്തേക്ക് സംസ്ഥാനത്തെ പല വകുപ്പുകളിലും പ്രത്യേകിച്ച് ധനവകുപ്പ്, റവന്യൂ വകുപ്പ് അടക്കം അദ്ദേഹം മുൻപ് പ്രവർത്തിച്ച വഴികളാണ്. പ്രധാനപ്പെട്ട പല പദവികളിലും എ ജയതിലക് ഇരുന്നിട്ടുണ്ട്. നിലവിൽ ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയും അതേപോലെ തന്നെ ടാക്സിന്റെ അടക്കം ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ കൂടിയാണ്. 1991 ബാച്ച് IAS ഉദ്യോഗസ്ഥനായിട്ടുള്ള എ ജയതിലകിനെ ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകുകയാണ്. ഷഫീദ് തുടരണം. സംസ്ഥാനത്ത് 50ാമത്തെ ചീഫ് സെക്രട്ടറിയായി എ ജയതിലകിനെ തീരുമാനിച്ചിരിക്കുന്നു. മന്ത്രിസഭാ യോഗത്തിലാണ് ഈ തീരുമാനമുണ്ടായത്. നിലവിലെ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ഈ മാസം 30-ന് വിരമിക്കുന്ന ഒഴിവിലേക്കാണ് എ ജയതിലക് ചീഫ് സെക്രട്ടറി എത്തുന്നത്. കേന്ദ്ര ഡെപ്യൂട്ടേഷനിലുള്ള മനോജ് ജോഷിയെ സർക്കാർ 3 തവണ സമീപിച്ചെങ്കിലും അദ്ദേഹം വിസമ്മതം അറിയിച്ചതോടെയാണ് ജയതിലകിന് ചീഫ് സെക്രട്ടറി സ്ഥാനത്തേക്ക് വഴിയൊരുങ്ങിയത്. 1991 ബാച്ചിൽ IAS ഉദ്യോഗസ്ഥനാണ് എ ജയതിലക്. പ്രശാന്ത് IAS-ഉമായി ഉണ്ടായ തർക്കത്തിന്റെ പേരിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളിൽ അദ്ദേഹം വാർത്തയിൽ ഇടം പിടിച്ചിരുന്നു. അദ്ദേഹം ധനവകുപ്പിലും റവന്യൂ വകുപ്പിലുമൊക്കെ പ്രവർത്തന പരിചയമുള്ള എ ജയതിലക് സംസ്ഥാനത്തിന്റെ 50ാമത്തെ ചീഫ് സെക്രട്ടറിയായി സ്ഥാനമേൽക്കാൻ പോകുന്നു. അദ്ദേഹത്തിന്റെ പേര് നിശ്ചയിച്ചിരിക്കുന്നു ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം.